സ്വാഭാവികം. ഇവിടെ നടക്കുന്ന തള്ളൽ വ്യവസായമാണ്. രാജാവും പരിവാരങ്ങളും PRD വകുപ്പ് കൂടെ ചേർന്നുണ്ട തള്ളൽ. 25-ലധികം രാജ്യങ്ങൾ ഈ രാജാവും പരിവാരങ്ങളും കുടുംബം ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങി. യൂറോപ്പും അമേരിക്കയും ഏഷ്യയും ഒക്കെ കറങ്ങി. അവർ പോയി രാജ്യമെല്ലാം കണ്ട് തിന്നു സൂഹിച്ചു വന്നു. നിക്ഷേപം വന്നില്ല. എന്നാൽ സ്റ്റാലിനെങ്ങും പോയില്ല. 1,40,000 കോടിയുടെ ഏറ്റവും കുറഞ്ഞത് വ്യവസായ നിക്ഷേപം വന്നു. 10-30 ലക്ഷം പേർക്ക് തൊഴിൽ പ്രത്യക്ഷത്തിൽ കിട്ടുന്നു. ഇത് തന്നെ കർണാടകവും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും എല്ലാം ഗുജറാത്തും എല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് നായിഡുവിൻ്റെ ആന്ധ്രാപ്രദേശാണ്. ഗൂഗിളിൻ്റെ വൻ നിക്ഷേപം കൂടാതെ 1,25,000 കോടിയുടെ നിക്ഷേപം അംബാനിയായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി അദാനി വരുന്നു. കൂടാതെ വിദേശത്തുനിന്ന് പല കമ്പനികളും. അടിസ്ഥാന സൗകര്യം, നിക്ഷേപകർക്ക് ആശ്വാസം പകരുന്ന ഒട്ടേറെ നടപടികൾ. നാട്ടുകാർക്ക് ജോലി കിട്ടുന്നു. വിദ്യാഭ്യാസം ഉള്ളവനൊന്നും ഈ നാട് വിട്ടു പോകേണ്ടി വരില്ല. ഇവിടെയോ? ഇവിടെ കൊടിയാണ് എല്ലായിടത്തും. ഇവൻ്റെ ചുവന്ന കോണകം. സ്വന്തം യൂണിയനിൽപ്പെട്ടവനെ പോലും പാവപ്പെട്ടവന് നെല്ല് കയറ്റണമെങ്കിൽ നോക്കുകൂലി കൊടുക്കണം. സ്വന്തമായി ഞാൻ കയറ്റിയേക്കാം എന്ന് പറഞ്ഞാലും നോക്കുകൂലി. ഒരു വനിത ഒറ്റയ്ക്കാണ് ഇഷ്ടിക വണ്ടിയിൽ നിന്ന് ഇറക്കിയത്, അല്ലെങ്കിൽ നോക്കുകൂലി കൊടുക്കണം 3,500 രൂപ 100 ഇഷ്ടിക ഇറക്കുന്നതിന്. എല്ലായിടത്തും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തിരുമാലികളുടെ അഴിമതിയല്ലാതെ. KSEBക്കാരൻ്റെ ഒരു എഞ്ചിനീയർക്ക് 1.5 ലക്ഷം രൂപയാണ് കൈക്കൂലി ചോദിക്കുന്നത്, ഒരു സ്ഥിരമായ ഒരു കണക്ഷൻ കൊടുക്കുന്നതിന്. അപ്പോൾ ഇവിടെ ആര് വരാനാണ്? ഇവിടെ തള്ളലും പാർട്ടി അടിമകളും ബോംബ് വ്യവസായവും. പിന്നെ കടമെടുത്ത് അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു. യുവന്മാർ കൊള്ളയടിക്കുന്നു, പിന്നെ ഉദ്യോഗസ്ഥന്മാരും തിന്നുന്നു.